9 ദിവസം നീണ്ട ഐതിഹാസിക പോരാട്ടത്തിനൊടുവിൽ മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ചരിത്രം കുറിച്ചു. ട്രേഡ് യൂണിയനുകളെയും രാഷ്ട്രീയ കക്ഷികളെയും പടിക്ക് പുറത്ത് നിർത്തിയായിരുന്നു സമരം. ആകാംക്ഷയുടെ മുൾമുനയിൽ രാവിലെ മുതൽ കാത്തിരുന്ന തൊഴിലാളികൾക്ക് മുന്നിൽ മന്ത്രി പി.കെ. ജയലക്ഷ്മിയാണ് ചർച്ചാ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. നിങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിച്ച 20% ബോണസ് എന്നത് അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതോടെ തൊഴിലാളികളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിന്നീട് വി.എസ്. അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചതോടെ തൊഴിലാളികൾ ആവേശഭരിതരായി. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ തൊഴിലാളികൾ തന്നെ മുൻകൈയെടുത്ത് നടത്തിയ ഉജ്ജ്വലമായ സമരമാണ് ഇവിടെ നടന്നത്. ആ സമരത്തിന് ഞാൻ ആദ്യമായി തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വർദ്ധിച്ച ആവേശത്തോടെയും കരഘോഷങ്ങളോടെയുമാണ് വി.എസിന്റെ വാക്കുകളെ തൊഴിലാളികൾ നെഞ്ചേറ്റിയത്. വീണ്ടും പിന്നീട് അങ്ങോട്ട് ഉത്സവപ്പറമ്പുകളെ വെല്ലുന്ന കാഴ്ചകളായിരുന്നു. മുദ്രാവാക്യം വിളിച്ചും പാട്ടുപാടിയും മധുരം പങ്കിട്ടും തൊഴിലാളികൾ തങ്ങളുടെ ഐതിഹാസിക സമരത്തിന്റെ വിജയം ആഘോഷിച്ചു. ഇത് തന്നെയാണ് സമരാവേശം. ഇവർ വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഒന്നായി പടപൊരുതി, നമ്മൾ ഒന്നായി സമരമുഖത്ത് അണിനിരന്നു. 9ാം ദിവസം ഐതിഹാസികമായി സമരം വിജയിച്ചിരിക്കുന്നു. മൂന്നാറിൽ നിന്നും ക്യാമറാമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.